ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആപ്പിൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള 3 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു ആപ്പിൾ പുഡിംഗ് തയ്യാറാക്കുവാനായിട്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ബൂസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആപ്പിൾ പുഡിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തെ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഡയറി മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ കൂടെ നമ്മുടെ ആപ്പിൾ പുഡിങ്ങിൽ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഡയറി മിൽക്കാണ്. അതുകൊണ്ടാണ് ഞാനതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫേവറേറ്റ് ഏത് ചോക്ലേറ്റ് ആണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഇതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ പുഡിംഗ് നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് അത്യാവശ്യം പോയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇപ്പോഴത്തെ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ പുഡിംഗ് കണ്ടോ, അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എന്തൊരു രുചിയാണെന്നറിയാം കഴിക്കാൻ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആപ്പിൾ പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.